الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളോട് ഏറെ ആദരവോടുകൂടി കാരുണ്യത്തോടുകൂടി ഏറെ സ്നേഹത്തോടുകൂടി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഫിൽ ഒരുപാട് വിടവ് കാണുന്നുണ്ട്. പിറകിലിരിക്കുന്ന ശാരീരിക അസ്വസ്ഥത ഇല്ലാത്ത ആളുകളൊക്കെ സഫിലേക്ക് കയറിയിരിക്കും. ഇവിടൊക്കെ ഒഴിവാണ്, ഈ രണ്ടാമത്തെ സഫിലൊക്കെ ഒഴിവുണ്ട്. പിറകിലിരിക്കുന്ന ആളുകൾ, ശാരീരിക പ്രയാസമില്ലാത്ത ആളുകളൊക്കെ സഫിലേക്ക് കയറിയിരിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അങ്ങാടിയിലേക്ക് പുറപ്പെടുക എന്നുള്ളത്. അങ്ങാടികളിലേക്ക് പുറപ്പെടാത്ത മനുഷ്യർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. പല ആവശ്യങ്ങൾക്ക് വേണ്ടി, പല കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ അങ്ങാടികളിലേക്ക് പോകാറുണ്ട്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങാടിയിൽ പോകുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകമായി അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില വിഷയങ്ങൾ അവൻ അറിയേണ്ടതുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്,
നാടുകളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട കേന്ദ്രം എന്നുള്ളത് അങ്ങാടികളാകുന്നു എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹയ്യുൽ ബുൽദാനി ശർറുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നബിയേ, നാടുകളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടത് ഏതാണ്? നാടുകളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട നാട് ഏതാണ് എന്ന് ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദ്രി, എനിക്കതറിയില്ല. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ലാ അദ്രി വ ഇന്നി സഅൽതു റബ്ബി അസ്സ വജല്ല. നബിയേ, എനിക്കറിയില്ലല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് താങ്കൾക്ക് ഞാൻ അറിയിച്ചു തരാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, നബിയെ, ഏറ്റവും മോശപ്പെട്ട നാട് എന്നുള്ളത് അസ്വാഖുഹാ, അവിടുത്തെ അങ്ങാടികളാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മാർത്ഥമായി ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു ആധുനിക കാലഘട്ടത്തിലൂടെ. എത്രയോ ആളുകള് സമയം പോകുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് സമയമുണ്ട്, കുറച്ചൊക്കെ ഒന്ന് തമാശ പറയാം, എൻജോയ്മെന്റ് നടത്താം, ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, ഒന്ന് അങ്ങാടിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഓരോ വാക്കുകളും, നമ്മുടെ ഓരോ പ്രവൃത്തികളും, നമ്മുടെ ഓരോ ചെയ്തികളും പ്രിയപ്പെട്ടവരെ രേഖപ്പെടുത്തുന്ന മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. ഓക്കെ, നിങ്ങൾ നാടുകളിൽ വെച്ച് അല്ലാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ളതും അവിടുത്തെ അങ്ങാടികളാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്, നാടുകളിൽ വെച്ച് അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ പള്ളികളാണ് എന്നാണ്. പള്ളികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആ നാടുകൾ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. വഅബ്അദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ, അല്ലാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ളത് അവിടുത്തെ അങ്ങാടികളാണ് എന്നാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ജീവിതത്തിന്റെ ദൈനംദിന മേഖലകളിലൂടെ കടന്നു പോകുമ്പോ നിനക്കൊരു 10-15 മിനിറ്റ് ഒഴിവ് ലഭിക്കുകയാണെങ്കിൽ നീ അതിനെ നിസ്സാരമായി കൊണ്ട് കാണേണ്ട, നീ അതിനെ ലാവണ്യത്തോടുകൂടി നീ കാണേണ്ടതില്ല. ആ സമയം നീ റബ്ബിങ്കലേക്ക് അടുത്തോ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പഠിക്കുവാൻ, അദ്കാറുകൾ ചൊല്ലുവാൻ, ദിക്റുകൾ പഠിക്കുവാനുള്ള സമയമായിട്ട് നമ്മൾ കാണുക. അങ്ങനെ നമ്മുടെ സമയത്ത് നമ്മൾ വിനിയോഗിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ആവശ്യമില്ലാതെ അങ്ങാടിയിൽ പോയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? എല്ലാവിധ തോന്നിവാസങ്ങളുടെയും കേന്ദ്രം അവിടെയാണ്. എത്രയോ ആളുകളുണ്ട്, അവര് നമസ്കാരത്തിലേക്ക് കൃത്യമായിട്ട് അവർ പങ്കെടുക്കും, ജമാഅത്ത് നമസ്കാരത്തിൽ അവർ പങ്കെടുക്കും, അതിനുശേഷമുള്ള എല്ലാ അദ്കാറുകളും ദിക്റുകളും അവൻ നിർവഹിക്കും. എന്നിട്ട് നേരെ അങ്ങാടിയിൽ പോയി ഇവന്റെ ജോലി എന്താ? മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും ജനമധ്യത്തിൽ ഇവൻ പച്ചയായിക്കൊണ്ട് ഇവൻ പറഞ്ഞു നടക്കും. എത്ര വലിയൊരു വിരോധാഭാസമാണിത്! എത്ര വലിയ പാതകമാണത്! നമ്മൾ ചെയ്ത അമലുകളെ മിനിറ്റുകൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ തന്നെ ഇല്ലാതാക്കി കളയുന്ന ഒരു അവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോ ആത്മാർത്ഥമായ ബോധമുണ്ടാകണം. എന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങാടിയിലേക്ക് വന്നത്, എന്റെ നിത്യജീവിതത്തിൽ എനിക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രവേശിച്ചത് എന്നുള്ള ഒരു ബോധത്തോടു കൂടിയിട്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ
പ്രവേശിക്കേണ്ടത്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഗൗരവത്തോടുകൂടി നമ്മൾ അറിയേണ്ടത് എന്താണെന്നറിയോ? അങ്ങാടിയിൽ പോകുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, നിന്റെ ആവശ്യം കഴിഞ്ഞാൽ നീ അവിടെ നിന്ന് തിരിച്ചു പോരണം എന്നുള്ളതാണ്. അങ്ങാടിയിലേക്ക് നമ്മൾ പോകുന്ന എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലേ? പ്രത്യേകിച്ച് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാകും, അവർക്ക് അങ്ങാടിയിൽ പോകൽ നിർബന്ധമാണ്. നമുക്ക് വല്ല സാധനങ്ങൾ മേടിക്കാണ്ടാകും, നമുക്ക് അങ്ങാടിയിൽ പോകൽ നിർബന്ധമാണ്. അതിനപ്പുറം വെറുതെ ഒരാവശ്യത്തിന് വേണ്ടി കഴിയുന്നതും പ്രിയപ്പെട്ടവരെ ആ അങ്ങാടിയിലേക്ക് പോകാതിരിക്കാനാണ് നല്ലത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ തകൂനന്ന ഇൻ ഇസ്തതഅത അവ്വല മൻ യദ്ഖുല السوق വലാ ആഖിറ മൻ യഖ്റുജു മിൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, കഴിയുന്നതും നിങ്ങൾ അങ്ങാടിയിൽ ആദ്യം പ്രവേശിക്കുന്നവനും അവിടെ നിന്ന് അവസാനം പുറപ്പെടുന്നവനും നീ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എങ്ങനെ? ആദ്യം പ്രവേശിക്കുന്ന, അങ്ങാടിയിൽ ആദ്യമായി പ്രവേശിക്കുന്ന ആളാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവസാനം പുറപ്പെടുന്നവനും അതുമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതാർക്കേ കഴിയുള്ളൂ? കൃത്യമായ അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള പേടിയുള്ളവർക്ക് അത് കഴിയുള്ളൂ. എത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര ആളുകളുണ്ട് ജീവിതത്തിന്റെ വൈകാരിക മേഖലയിലേക്ക് നീങ്ങുമ്പോൾ പോലും അങ്ങാടികളിൽ മണിക്കൂറുകൾ ചെലവഴിക്കുകയാണ്. അങ്ങാടിയിൽ മണിക്കൂറുകളോളം ചെലവഴിക്കുമ്പോ വിശ്വാസികളെ, നമ്മുടെ മനസ്സിൽ വരേണ്ടത്, എന്റെ റബ്ബിന് ഏറ്റവും വെറുപ്പുള്ള കേന്ദ്രത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. ആ സമയത്ത് മനസ്സിലൂടെ കടന്നു വരേണ്ടത്, എന്റെ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളികളിലേക്കാണല്ലോ റബ്ബേ ഞാൻ പോകേണ്ടത്. ആ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഫഇന്നഹാ മഅറഖത്തു ശൈത്വാൻ, അത് പിശാചിന്റെ സങ്കേതമാണ്. എല്ലാവിധ അങ്ങാടികളിലും പ്രിയപ്പെട്ടവരെ, ആവശ്യം കഴിഞ്ഞ് കൂടുതൽ ആളുകൾ ഒത്തൊരുമിച്ച് നിന്ന് സംസാരിക്കുന്നുണ്ടോ അവിടെ നിന്നും കഴിവിന്റെ പരമാവധി പിറകോട്ട് പോരാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം കുറവും പറയുക, അല്ലേ? അതുപോലെ തന്നെ തമാശക്ക് ആളുകളെ ചിരിപ്പിക്കുവാൻ വേണ്ടി കളവ് പറയുക, അതുപോലെ തന്നെ ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ അധികരിപ്പിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന, മറ്റുള്ളവരെ ഭിന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഉടലെടുക്കുക. ഇതൊക്കെ അങ്ങാടികളുടെ മധ്യത്തിൽ വെച്ച് നടക്കുന്ന, അതിന്റെ സെൻട്രൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ ഗൗരവത്തോടുകൂടി അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. നോക്കിയേ നിങ്ങൾ, പലപ്പോഴും പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർമ്മ വരേണ്ടതുണ്ട്. നിഅമതാനി മഅ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്, രണ്ട് അനുഗ്രഹങ്ങളിൽ മനുഷ്യർ വഞ്ചിതരാണ്. ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ്? ഒന്ന്, അവന്റെ ഒഴിവ് സമയമാണ്, മറ്റൊന്നവന്റെ ആരോഗ്യമാണ്. ഈ രണ്ട് അനുഗ്രഹങ്ങളിലും മനുഷ്യരായ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി കൊണ്ട് നമ്മൾ ചെയ്യുക. ഇനി ആവശ്യത്തിന് വേണ്ടി നമ്മൾ പുറപ്പെടുകയാണോ, ആവശ്യത്തിന് വേണ്ടി നമ്മൾ അങ്ങാടിയിലേക്ക് പ്രവേശിക്കുകയാണോ, ആ സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ചെറിയ ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നതിലൂടെ പ്രിയപ്പെട്ടവരെ വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കാനിടയാകുന്നത്. അങ്ങാടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ
ഖദീർ. നമുക്കൊക്കെ സുപരിചിതമായ വാക്കുകൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങാടിയിലേക്ക് പ്രവേശിച്ചാൽ അവൻക്കുള്ള നേട്ടം എന്തെന്നറിയുമോ? അവൻക്കുള്ള ബെനിഫിറ്റ് എന്തെന്നറിയുമോ? കതബല്ലാഹു ലഹു അൽഫ അൽഫി ഹസനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥിച്ച വ്യക്തിക്ക് 10 ലക്ഷം നന്മ രേഖപ്പെടുത്തുന്നു. 10 ലക്ഷം നന്മ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഒരു ഓഫർ ഉണ്ട് എന്ന് ഈ ജുമഅക്ക് ശേഷം നമ്മൾ കേട്ടു എന്ന് വിചാരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് എത്ര ആവേശം ഉണ്ടാകും? നമുക്കെത്ര ആവേശം ഉണ്ടാകും? നമ്മൾ ആരൊക്കെ വിളിച്ചു പറയും? നമ്മൾ എത്ര പെട്ടെന്ന് പോകാനുള്ള കാര്യങ്ങൾ റെഡിയാക്കും, വാഹനം നമ്മൾ റെഡിയാക്കും, അല്ലേ? കാരണം എന്താ? ദുനിയാവിൽ കിട്ടുന്ന ഒരു ഓഫറാണ്, അത് എപ്പോഴും കിട്ടൂല എന്ന് നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രാർത്ഥന കൊണ്ട് 10 ലക്ഷം നന്മ അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന ഒന്ന് ചൊല്ലിയാൽ നമുക്ക് തരുന്നുണ്ട് എങ്കിൽ ആ റബ്ബിന് നമ്മളോടുള്ള കാരുണ്യം എത്രയാണ് പ്രിയപ്പെട്ടവരെ. നോക്കിയേ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയില്ല, വീണ്ടും വിശദീകരിച്ചു. കതബല്ലാഹു ലഹു അൽഫ അൽഫി ഹസനാ. 10 ലക്ഷം നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിക്ക് നൽകുമെങ്കിൽ വമഹാ അൻഹു അൽഫ അൽഫി സയ്യിആ, അയാളുടെ 10 ലക്ഷം തിന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ക്കപ്പെടുത്തുന്നതാണ്. അവന്റെ ജീവിതത്തിലൂടെ അത് ഇല്ലാതാക്കി കളയുന്നതാണ്. അതുപോലെ തന്നെ വബനാലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നാളെ സ്വർഗ്ഗത്തിൽ ഒരു വീടൊരുക്കി കൊടുക്കുന്നതാണ്. ഒരു പ്രാർത്ഥന കൊണ്ട് പടച്ച റബ്ബ് നമുക്ക് നൽകുന്ന ഫളലുകൾ എത്രയാണ് പ്രിയപ്പെട്ടവരെ! 10 ലക്ഷം നന്മയാണ്. അതുപോലെ തന്നെ അയാളുടെ 10 ലക്ഷം തിന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ക്കപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്കൊരു വീടൊരുക്കി കൊടുക്കുന്നു. ഒരിക്കലും ഈ ഒരു നന്മകളെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇനി അങ്ങാടിയിലേക്ക് പോകുന്നുണ്ടോ, മനസ്സിൽ ചിന്ത വേണം, 10 ലക്ഷം നന്മ, 10 ലക്ഷം നന്മ. അതുപോലെ തന്നെ എന്റെ 10 ലക്ഷം തിന്മകളെ എന്റെ റബ്ബ് എനിക്ക് വിട്ടൊഴിച്ചു തരണം. എന്റെ റബ്ബ് സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗ്ഗത്തിൽ എനിക്കൊരു ഭവനം എന്റെ റബ്ബ് എനിക്ക് തരണമെന്നുള്ള ബോധ്യത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി, ആവേശത്തോടുകൂടി പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുക. വളരെ സിമ്പിളായി, വളരെ കൂളായി നമുക്ക് പഠിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണ്. നമ്മൾ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അങ്ങാടികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോ അവിടെ നിങ്ങൾ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. ഹദീസിന്റെ താളുകളിൽ പ്രത്യേകം പഠിപ്പിച്ചു, അങ്ങാടിയുടെ മധ്യത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. എത്രയോ ആളുകളുണ്ട് ഒരു ശ്രദ്ധയും കാണിക്കാതെ ഇത് നജസാണ് എന്നുള്ള ബോധത്തോടുകൂടിയും ഒന്നും മനസ്സിലാക്കാതെ അവരുടെ ആവശ്യ നിർവഹണം എങ്ങനെയൊക്കെയോ നിർവഹിച്ചു പോകുന്ന ഒരു രീതി. എന്തേ കാരണം? എനിക്ക് ബസ്സിന് പോകാനുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരാളെ കാണാനുണ്ട്, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എനിക്ക് നടത്തേണ്ടതുണ്ട്, അതുകൊണ്ട് ഇവിടെ സമയം ചെലവഴിച്ചാൽ അത് നടക്കില്ല എന്ന് കരുതി ഈ രൂപത്തിലേക്ക് നീങ്ങുന്ന ആളുകൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ അശ്രദ്ധയോടുകൂടി അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, മേലിൽ ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കൃത്യമായ പ്ലാനോടുകൂടി നമ്മൾ യാത്ര ചെയ്യുക, നമ്മൾ അതിനുവേണ്ടി നമ്മൾ തയ്യാറാവുക. ഇതെല്ലാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിശ്വാസി എന്ന നിലക്ക് അവൻ അങ്ങാടിയോട് കാണിക്കേണ്ടുന്ന ബാധ്യതകളും ആ അങ്ങാടിയിലേക്ക് അവൻ പോകുമ്പോൾ അവൻ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, പഠന വിധേയമാക്കുക, ജീവിതത്തിലേക്കുടനീളം നമ്മൾ കൊണ്ടുവരിക. അധിക സമയങ്ങളും അങ്ങാടികളിലൂടെ ചെലവഴിക്കുന്ന രീതി നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ,
പൈശാചികമായ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഊ ഖുതുവാതിശ് ശൈത്വാൻ. പിശാചിന്റെ കാലടികളെ, വിശ്വാസികളെ നിങ്ങൾ പിൻപറ്റരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പ്രഖ്യാപിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പിശാചിന്റെ കേന്ദ്രമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച അങ്ങാടിയിലേക്ക് പോകുമ്പോൾ കൃത്യമായ ബോധത്തോടുകൂടി, കൃത്യമായ ചിന്തയോടുകൂടി, ആവശ്യബോധത്തോടുകൂടിയിട്ടായിരിക്കണം ആ മേഖലയിലേക്ക് നമ്മൾ തിരിയേണ്ടത്. എങ്കിൽ നമുക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങൾ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ആ രൂപത്തിൽ നീങ്ങുക. അർഹമുർ റഹീമീനായ നാഥൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ അധ്യാപനങ്ങളെയും അതിന്റേതായ പോരിശയോടുകൂടിയും അതിന്റേതായ മഹത്വത്തോടുകൂടിയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, അങ്ങാടിയിലേക്ക് ഒരിക്കലും നമുക്ക് പോകാതിരിക്കുവാനും കഴിയില്ല. അതൊരു വാസ്തവമാണ്. പല ആവശ്യങ്ങൾക്ക് വേണ്ടി, പല കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങാടികളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ടാകും. മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് കച്ചവടമോ മറ്റു യാതൊരു ആവശ്യവുമില്ലാതെ അങ്ങാടിയിൽ പോകുന്ന ആളുകൾക്കാണ് അത് വെറുക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അതിന്റെ അർത്ഥം ആവശ്യത്തിനനുസരിച്ച് മാത്രം അങ്ങാടിയിലേക്ക് പോകുക. ഇനി അങ്ങാടിയിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളെ നമുക്ക് കാണാനിടയാകും. നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ സഹോദരന്മാരെ, അതുപോലെ തന്നെ മറ്റുള്ള മേഖലയുമായി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പരിചയത്തിലുള്ള ആളുകൾ, ഇവരൊക്കെ നമ്മൾ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും നമ്മുടെ സംസാരം നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴെന്നല്ല, എപ്പോഴും നമ്മുടെ സംസാരം നമ്മൾ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഫൽയഖുൽ ഖൈറാ, അവൻ നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. അപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോ പരിചയമുള്ള രണ്ടാളുകൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ നമുക്ക് വല്ലാത്തൊരു ആവലാതി, നമുക്കൊരു ബേജാറ്, പഠിച്ചോ നബിൽ എന്താ ഈ പറയണത്, എന്നിട്ട് അവരോട് ഇത് നമ്മൾ കുത്തി കുത്തി ഇങ്ങനെ ചോദിക്കുക. ആ ഒരു രീതി ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അത് കഴിവിന്റെ പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കണം. അതിന്റെ അർത്ഥം മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടണ്ടെന്നല്ല കേട്ടോ, സഹായിക്കണം, അവർക്ക് വേണ്ട നന്മകൾ ചെയ്യണം. പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കഴിയുന്നതും നമ്മൾ ഇടപെടാതിരിക്കലാണ് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാരത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അവരുടെ വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചറിയണം. അതൊരു സന്തോഷമുള്ള കാര്യമാണ് എല്ലാ ആളുകൾക്കും.
അപ്പൊ നമ്മളൊരാൾ കണ്ടുമുട്ടുമ്പോ എന്തൊക്കെയാണ് നിന്റെ വിശേഷം എന്ന് ചോദിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം അല്ലേ, അത് കേട്ടുടനെ എന്റെ ഒരു ബാധ്യതയാണ് എന്ത്, അല്ലെങ്കിൽ നമ്മുടെ ബാധ്യതയാണ് തിരിച്ച് അങ്ങോട്ടും എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്ന് ചോദിക്കുക. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിചയപ്പെടുത്തേണ്ടത് നമ്മുടെ തൗഹീദിനെ ആയിരിക്കണം, നമ്മുടെ ആദർശത്തെ ആയിരിക്കണം. നമ്മുടെ കൂട്ടുകാരൻ ശിർക്കിന്റെ മേഖലകളിലേക്ക് ദിനരാത്രങ്ങൾ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, സഹോദര, പ്രാർത്ഥന അത് അല്ലാഹുവിനോട് മാത്രമാണ്. നേർച്ചകളും വഴിപാടുകളും നിന്റെ തവക്കലുകളും നിന്റെ അർച്ചനകളും നിന്റെ പ്രാർത്ഥനകളും എല്ലാം നമ്മുടെ റബ്ബിനോട് മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു വലിയ മെസ്സേജ് കൂടി പ്രിയപ്പെട്ടവരെ ഈ സന്ദർഭങ്ങളിൽ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കുക. ആവശ്യങ്ങൾ കഴിഞ്ഞ് നേരെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോരുക. അവിടെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നില്ല, മറ്റുള്ള രീതികളിലേക്കുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല, അല്ലേ? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരു പൂർണ്ണമായ ബോധത്തോടുകൂടി നമ്മൾ നീങ്ങിയിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ പിടിക്കപ്പെടും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ ഒരു വിഷയം ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ദിവസമാണ്. ഒരുപാട് നന്മകളെ നമുക്ക് ഈ ദിവസത്തിൽ നമുക്ക് ചെയ്യുവാനുണ്ട്. നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ന് പള്ളിയിൽ വെച്ച് നടക്കുന്ന ഖുതുബ അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. എത്രയോ ആളുകൾ ഖുതുബ നമ്മളിവിടെ നിർവഹിക്കുമ്പോ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ടാകാം, പലപ്പോഴും ഉറക്കത്തിലേക്ക് ക്ഷീണത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. നമ്മൾ എത്ര ആലോചിച്ചാൽ മതി ഇതെന്നറിയോ, ആകെ നമ്മൾ ഇരിക്കുന്നത് അരമണിക്കൂറോ ഒരു 40 മിനിറ്റോ ആയിരിക്കും. ആ ഒരു സമയം അച്ചടക്കത്തോടുകൂടി ഭവ്യതയോടുകൂടി നല്ല രൂപത്തിൽ അള്ളാഹുവിന്റെ വചനങ്ങളാണ് ഞാൻ കേൾക്കുന്നത് എന്നുള്ള ബോധം ഈ ഒരു വെള്ളി മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ എന്റെ ജീവിതത്തിലേക്കുള്ള ഒരു ഈമാനിക ശക്തിയുടെ ഭാഗമാണ് ഇന്നത്തെ ഈ ഒരു ഖുതുബ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും സഹോദരന്മാരെ, നമുക്ക് ആ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പെട്ടെന്നാണ് ഒരാഴ്ച കഴിഞ്ഞു പോയത്, എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. ദിവസങ്ങൾ ഇങ്ങനെ നമ്മൾ കൺചിമ്മി നീക്കുമ്പോഴേക്കും ദിവസങ്ങൾ നമ്മിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം നമ്മുടെ മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയം അങ്ങ് എത്തിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ബോധ്യമാകും നമസ്കാരത്തിന്റെ വില, ജുമുഅയുടെ വില, ദാനധർമ്മത്തിന്റെ വില, മാതാപിതാക്കളോട് ചെയ്തു കൊടുക്കേണ്ടുന്ന ബാധ്യതകളുടെ വില, മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടുമുള്ള ബാധ്യതയുടെ വില എല്ലാം നമ്മൾ തിരിച്ചറിയുന്ന ഒരു രംഗം നമ്മുടെ മരണരംഗമാണ്. പക്ഷേ ഒരു മൈക്രോ സെക്കൻഡ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്തിപ്പിച്ചു തരൂല. അതുകൊണ്ട് ഈ സമയങ്ങളെ മാക്സിമം നമ്മൾ മുതലെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ വിഷയങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു ഭാഗത്ത് സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കുമാക്കുമ്പോൾ മുവഹ്ഹിദുകളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ, മുഖ്ലിസീങ്ങളുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന, അവരെ പരിപാലിക്കുന്ന, അവരെ ശ്രദ്ധിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരിൽ നിന്നും, നമ്മുടെ മക്കളിൽ നിന്നും, നമ്മുടെ ഭർത്താക്കന്മാരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار.
اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.